ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശുപിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 57-ാമത്തെ സന്ദേശം. എൻ്റെ ഈശോയെ, അങ്ങ് എൻ്റെ ജീവൻ്റെ ജീവനാണ്. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വമല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എല്ലാ ആത്മാക്കളും അവിടുത്തെ നന്മ അറിയണമെന്നത് മാത്രമാണ് എൻ്റെ ആഗ്രഹമെന്നും അങ്ങ് നന്നായി അറിയുന്നുവല്ലോ. എൻ്റെ വഴികളിൽ ഞാൻ അനുഭവിച്ച സഹനങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, എളിമപ്പെടുത്തലുകൾ, തകർച്ചകൾ, സംശയങ്ങൾ എല്ലാം അങ്ങയോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയെ ഉജ്ജ്വലിപ്പിക്കുന്ന ചുള്ളികളായിരുന്നു. ഡയറിക്കുറിപ്പ് 57-ാമത്തെ സന്ദേശം. വിശുദ്ധ ഫൗസ്റ്റീന താൻ കടന്നുപോയ അനുഭവങ്ങളെല്ലാം ദൈവസ്നേഹത്താൽ തന്നെ ഉജ്ജ്വലിപ്പിക്കുന്ന ചുള്ളികളായിരുന്നു. അതായത് എരുതിയിലേക്ക് വിറകിട്ട് കൊടുക്കുന്ന പോലെ ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ലഭിച്ചതായിരുന്നു കടന്നുപോയ സഹനങ്ങളും പ്രതിസന്ധികളും എന്നൊക്കെ വിശുദ്ധ ഫൗസ്റ്റീന ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് വിശുദ്ധ ഫൗസ്റ്റീന പറയുകയാണ്, അങ്ങയുടെ നാമം മഹത്വമല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അങ്ങൻ്റെ ജീവൻ്റെ ജീവനാണെന്നും അങ്ങ് അറിയുന്നുവല്ലോ എന്ന് പറയുക. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ നമ്മൾ കാണുക, ഈശോ അവളെ വിളിച്ച് സ്വന്തമാക്കിയതിന് ശേഷം അവൾ കടന്നു പോകുന്ന എല്ലാം കർത്താവിൻ്റെ കൂടെയാണ്. നമ്മൾ ഒരുമിച്ച് ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ ഒരു വ്യക്തിയോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം ആ വ്യക്തിയുമായിട്ട് അവിടെ ഉരുത്തിരിയുകയാണ്, ഉത്ഭവിക്കുകയാണ്. കുടുംബജീവിതത്തിൽ തന്നെ ഭർത്താക്കന്മാർ ഒരു അല്ലലും അലച്ചിലുമില്ലാതെ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ വലിയ രോഗാവസ്ഥകളൊന്നും ഇല്ലാതെ സാമ്പത്തികമായിട്ടും ആഡംബരത്തിലും ഐശ്വര്യത്തിലും അനുഗ്രഹത്തിലും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ അടുപ്പമുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു വൈകാരികമായ അനുഭൂതിയും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ പ്രതിസന്ധികൾ വരുമ്പോൾ, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ പ്രതികൂലമായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ എത്രമാത്രം അതിജീവിക്കാനുള്ള കരുത്ത് അതിനുണ്ട്, ആഴമേറിയ ബന്ധം അവിടെയുണ്ട് എന്ന് നമുക്ക് പറയാനാവുകയില്ല. കാരണം സഹനങ്ങളിലാണ് പലപ്പോഴും ബന്ധങ്ങളുടെ ആഴങ്ങൾ കണ്ടെത്താനായിട്ടാവുക. ഒരുമിച്ച് ഒരു പ്രതിസന്ധിയെ, ഒരു രോഗാവസ്ഥയെ, ഒരു സഹനാവസരത്തെ ഒരുമിച്ച് രണ്ടുപേരെ അതിജീവിക്കുമ്പോൾ അവർ പരസ്പരം താങ്ങായി തീരുന്നുണ്ട്. ദൈവം അവരുടെ ജീവിതത്തെ പരസ്പരം താങ്ങും തണലും അഭിഷേകവും ആക്കി മാറ്റുന്നത് കൊണ്ട് അവർ തമ്മിൽ ആർക്കും പിരിക്കുവാൻ പറ്റാത്ത രഹസ്യങ്ങൾ അറിയുന്ന, രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു വൈകാരിക തലത്തേക്കഴിഞ്ഞ് ഉപരി, ശാരീരിക തലത്തേക്കാൾ ഉപരി, ആത്മീയ തലത്തേക്കാൾ ഉപരി ദൈവഹിതപ്രകാരമുള്ള ഒരു ഐക്യത്തിലേക്ക് അവരെത്തുന്നുണ്ട്. അതിന് ആധ്യാത്മികതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ആത്മീയ തലം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ പോലും അത് രൂപപ്പെടുന്നത് സുഖസുഷുപ്തിയിലോ അല്ലെങ്കിൽ സുഖസമൃദ്ധിയിലോ സമ്പൽ സമൃദ്ധിയിലോ ഒന്നുമല്ല, മറിച്ച് ഒരുമിച്ച് കടന്നു പോകുമ്പോൾ അനുഭവപ്പെടുന്ന കാര്യങ്ങളിൽ പരസ്പരം താങ്ങായതിലൂടെ പരസ്പരം അറിയാൻ സാധിച്ചതും പരസ്പരം വെളിപ്പെടുത്തപ്പെട്ടതും ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ആർജിച്ചെടുത്ത ഒരു ഐക്യമാണ്. ദൈവാത്മാവുമായിട്ട് ഒന്നിച്ച് ഈശോയോടൊപ്പം നമ്മൾ കടന്നു പോകുമ്പോൾ അവൻ എങ്ങനെയാണ് എൻ്റെ സഹനത്തിൽ എന്നോട് ചേർന്ന് നിൽക്കുന്നത്, അവൻ്റെ സഹനത്തിൽ എങ്ങനെയാണ് അവൻ എന്നെ ചേർത്ത് നിർത്തിയത്, അവൻ എങ്ങനെ എനിക്ക് പരിഹാരമായി, എൻ്റെ ജീവിതത്തിലൂടെ എങ്ങനെ അവൻ്റെ പദ്ധതികൾ നിറവേറ്റാൻ പറ്റും തുടങ്ങിയൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുമായിട്ട് ഈ തരത്തിലുള്ള ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടും ഒരുമിച്ച് സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അവൻ്റെ സ്നേഹവും മാധുര്യവും ഒക്കെ അനുഭവിക്കാൻ സാധിച്ചുകൊണ്ടും ആ ആത്മാവിന് ഒരു വലിയ ആഴമേറിയ ഒരു ബന്ധം അവിടെ സാധ്യമാവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുക, ഈ സഹനങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിന്നോടുള്ള സ്നേഹത്തെ ഉജ്ജ്വലിപ്പിക്കുന്നതായിരുന്നു. നമുക്ക് ഈശോയോട് പറയാം, ഈശോ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റാതിരിക്കട്ടെ, മറിച്ച് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കാനും സ്നേഹാഗ്നി ജ്വാലയിൽ ജ്വലിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.